ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ. കൂടുതലും ഷോർട്സ് ആണല്ലോ ഇടുന്നത്. ഇത് ലോങ് വീഡിയോ തന്നെ ഇടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിർബന്ധം. ഞാനും റിനീഷേനും അബിയും ദേവിയും കൂടി ഒരു നൈറ്റ് ഡ്രൈവ് പോവാണ്. ഒട്ടും പ്ലാൻ ചെയ്യാതെ രാത്രി 12 മണിക്ക് എറണാകുളത്ത് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ 1 മണിയായി കഴിഞ്ഞപ്പോൾ വാഗമൺ വിടാമെന്നും ഉള്ളൊരു പ്ലാനായി. അങ്ങനെ പോണൊരു യാത്രയാണത്. ശരിക്കും പറഞ്ഞാൽ വളരെ മെമ്മറബിളായിട്ടുള്ളൊരു നൈറ്റ് ഡ്രൈവ്. സാധാരണ എല്ലാവരും പോണത് പാല വഴിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും മാറ്റി പിടിച്ചു. മൂവാറ്റുപുഴ തൊടുപുഴ വഴിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോണ വഴിക്കൊരു 2:45 ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നല്ല വിശപ്പായി, ഒരു ചായയും കുടിക്കണം എന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ഞങ്ങളൊരു തട്ടുകട കണ്ടു. അവിടെ നിന്ന് നല്ല ഓംപ്ലേറ്റും കട്ടൻ ചായയും അതുപോലെ നല്ല ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നല്ല വിശപ്പുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും സൂപ്പർ. ഇനിയുള്ള യാത്രയായിരുന്നു ഞങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് എന്നുള്ളൊരു മൂഡിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഈ യാത്രക്കിടയിൽ സംഭവിച്ചു. കാരണം ഞങ്ങളുടെ പ്ലാനില്ലാത്തൊരു കാര്യമായിരുന്നു കോട. ആക്ച്വലി അവിടെ കോട ഉണ്ടാവും എന്നൊക്കെ അറിയാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് അത്രയും ഓർമ്മയിലേക്ക് പോയില്ല. അതുകൊണ്ട് കോട വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. പക്ഷേ റിനീഷേനെ മൂന്നാറൊക്കെ ഇതുമാതിരി പോയിട്ടുള്ള ഒരു അറിവും കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അബിയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഇട്ട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൻ്റെ പകുതി പോലും ഞങ്ങൾക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും റോഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള പ്രാന്തുള്ള വേറെയും വണ്ടികൾ ഞങ്ങൾ മുമ്പേ പോയിരുന്നെങ്കിലും അവരൊക്കെ പല സ്ഥലത്തും വണ്ടി ഒതുക്കിയിട്ട് കോട മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അതൊന്നും വകവയ്ക്കാതെ മുമ്പോട്ട് തന്നെ പോയി. ശരിക്കും അതൊരു മണ്ടത്തരമാണ്. കാരണം അത്ര നല്ലൊരു തീരുമാനമല്ല. പല സ്ഥലത്തും ഉരുൾപൊട്ടൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, വഴിയൊക്കെ മോശമായിട്ട് കിടക്കുന്നതൊക്കെ കണ്ടിരുന്നു. അതൊക്കെ താണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ശരിക്കും അവിടെ ഒരു 4:30 ഞങ്ങൾ വാഗമണ്ണെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പട്ടിജാതര ഉണ്ടായിരുന്നില്ല, ഒരു മനുഷ്യനും ഒരു മൃഗം പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്തതേ നല്ലൊരു ചായയെ കുടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള തീരുമാനമായി. തിരിച്ച് ഞങ്ങൾ വന്നത് പാലാ റൂട്ടിലാണ്. ശരിക്കും അതാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന റൂട്ട്. ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് കുറച്ച് കൂടുതൽ അഡ്വഞ്ചറസ് ആയിപ്പോയി. നല്ലോണം ഞങ്ങൾ പേടിച്ചായിരുന്നു തലേദിവസം രാത്രിയിൽ. കാരണം ഒരു മനുഷ്യനില്ല, ഒന്നും എന്താ പറയുക, ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലം, ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു ഓർമ്മയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളതേ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു 7 മണി 6:30 7 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല, ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷം, വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാത്തൊരു അന്തരീക്ഷം, ഭയങ്കര എന്താ പറയുക സുഖമുള്ളൊരു ടൈമായിരുന്നു കേട്ടത്. ശരിക്കും വാഗമണ്ണൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ടൈമാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കാരണം ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ എല്ലാ മൂമെൻറ്റ്സും. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം, വാഗമണ്ണിൽ നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമുള്ളൂ. ഇപ്പോഴും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യണ്ടായിരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടംമാതിരി കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഈ ഉറവ വരുന്നതൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം ഏകദേശം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും അബിയും ദേവിയും നല്ല ഉറക്കമായിരുന്നു. പാല വഴി വന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറിയതും അടിപൊളി റോഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ. തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ കാക്കനാടുള്ള അളകാപുരിയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ബീഫും ചിക്കൻ കറിയും പൊറോട്ടയൊക്കെയാണ് രാവിലെ കഴിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ ശീലമില്ലാത്തതാണ്, പക്ഷേ അതൊരു അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ വീട്ടിൽ വന്ന് ഇനി ഉറങ്ങാൻ പോവാണ്. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ